ഇത് ഓരോന്ന് കൊണ്ടുവരുവാണ്. നാഷണാലിറ്റി, അതേപോലെ ദേശീയത, ഹിന്ദുത്വം, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. നിങ്ങൾ എന്തോ എക്സ്ട്രാ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നേ? പാകിസ്ഥാൻ്റെ അടുത്ത് വാറിന് പോയി. ഇനി ഇന്ത്യ പാകിസ്ഥാനുമായിട്ടും പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് വാർ അടുത്ത ഒരു 10-20 കൊല്ലം നോക്കണ്ട. അല്ലെങ്കിൽ അതേപോലെ ഇനി മോദി ഗവൺമെന്റ്, മോദി ഭരിക്കുന്ന സമയത്ത് ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയാം, ഇന്ത്യ ഗവൺമെന്റ് വാറിന് പോകത്തില്ല. മോദി ഭരിക്കുവാണെങ്കിൽ, BJP ഭരിക്കുവാണെങ്കിൽ. കാരണം പഴയ ജിയോ പൊളിറ്റിക്സ് അല്ല. നമുക്കിപ്പോ ഇത്തരത്തിലൊരു എപ്പോഴും പൊളിറ്റിക്കൽ എനിമിയെ മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് ഈ പറയുന്ന ഹിന്ദുത്വം അവരെ തുടക്കകാലം മുതൽ തന്നെ വന്നിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന റാം ടെമ്പിൾ അവസാനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇനിയുള്ള ഒരു ലക്ഷ്യമായിട്ടാണോ ഈ ക്രിസ്ത്യാനികളെയും അതുപോലെ മറ്റു മതന്യൂനപക്ഷങ്ങളെയും? ഞാൻ ചോദിക്കട്ടെ, ഇവര് നേരത്തെ ഹണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ചേസിങ് ടു ഹണ്ട്, ചേസ് ആൻഡ് ഹണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി ആയിരുന്നു. ബീഫ് ഇഷ്യൂ, ആ ഇഷ്യൂ, ഈ ഇഷ്യൂ. ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റി അവർ ഒതുക്കി. അത് റിയാലിറ്റിയാണ്. ശരിക്കും അവരെ പേടിപ്പിച്ച് കളഞ്ഞു. പക്ഷെ ഇവർക്ക് മനസ്സിലായില്ല, കഴിഞ്ഞ 20 വർഷം അല്ലെങ്കിൽ 15 വർഷം അല്ലെങ്കിൽ 30 വർഷം ഇന്ത്യയിലുണ്ടായ മാസീവ് കൺവേർഷൻ, അത് ഇവരെ ആ വിഷയത്തിൽ തൊടാൻ പോയില്ല. ഇപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇവരുടെ കയ്യിൽ നിന്നും പോയ ഗെയിമാണ് അത്. കാരണം ഇന്ത്യയുടെ ബാക്ക്വേർഡ് ഏറിയ, പ്രത്യേകിച്ച് SC-യും ST-യും പിന്നെ അതർ ബാക്ക്വേർഡ് ക്ലാസ്, അത് ബേസിക്കലി എത്രമാത്രമാണ് അപ്പർ കാസ്റ്റ് ഉള്ളത്. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന ബാക്ക്വേർഡ് ക്ലാസ് ഏറിയയിൽ ഇവർക്ക് കൃത്യമായിട്ട് പിടികിട്ടി ഇത് അവരുടെ കയ്യിൽ നിന്നും പോയ ഗെയിമാണ്. അതിനിവർ പലതും ചെയ്തു. ഘർ വാപ്പസ് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, പലയിടത്തും പോയി പലതും ചെയ്തു. പക്ഷേ ഇത്രയും പ്രശ്നമുണ്ടായിട്ടും 2025 ക്രിസ്തുമസ് റാലികൾ ഇവരുടെ കണ്ണ് തള്ളിപ്പോയി. ഇത്രയും പ്രശ്നമുണ്ടായിട്ടുള്ള ആൾക്കാർക്ക് പേടിയില്ല. അതാണ് ഞാൻ നേരത്തെ പല വീഡിയോ പറഞ്ഞത്, ഇന്ത്യയിൽ ഈ കൺവേർട്ടായ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞ കാത്തലിക്സ് അല്ല. ഇവര് ഇവാഞ്ചലിസ്റ്റും നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞ പെന്തക്കോസുകാരാ. അവര് കൂടുതൽ ഈ പറയുന്ന സംഭവത്തിലല്ല, അവര് ഹാർഡ് കോറാണ്. അവര് പേടിച്ച് മാറത്തില്ല.